വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്ന് സുപ്രീം കോടതിയിൽ നേരിട്ട് ഹാജരാകും. ബംഗാളിലെ SIR-ൽ ക്രമക്കേട് ആരോപിച്ച് സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ മമതയുടെ നീക്കം. അനധികൃത കുടിയേറ്റക്കാരുൾപ്പെടുന്ന വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമോ എന്ന പരിഭ്രാന്തിയിലാണ് മമതയെന്ന് BJP വിമർശിക്കുന്നു. ജിഷ്ണു ഒരിക്കൽ കൂടി ചേരുകയാണ് ഡൽഹിയിൽ നിന്നും. ജിഷ്ണു, ഈ കേരളത്തിനൊപ്പം ഏപ്രിൽ മാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റൊരു സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ. ബംഗാളിൽ 2011 മുതൽ മമതാ ബാനർജി അധികാരത്തിലിരിക്കുന്നതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം അവിടുത്തെ മുസ്ലിം വോട്ട് ബാങ്ക് തന്നെയാണ്. ആ മുസ്ലിം വോട്ട് ബാങ്ക് എങ്ങനെ എണ്ണത്തിൽ കൂടുന്നുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പശ്ചിമ ബംഗാളിനോട് ചേർന്ന് കിടക്കുന്ന ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം തന്നെയാണ്. അപ്പോൾ ആ അനധികൃത കുടിയേറ്റക്കാർ പുറത്തേക്ക് പോകുന്നതാണ് SIR-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നടപടി എന്നത്. അതാണല്ലോ ഇപ്പോൾ മമതയ്ക്ക് ഈ രീതിയിൽ കോടതിയിൽ പോകുകയും ഇല്ലാത്ത നാടകം കളിക്കുകയും ഒക്കെ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. ഗൗതം, തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിലാണ് മമത ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. SIR എന്നുള്ളത് എന്താണ് എന്ന് രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. വോട്ടർ പട്ടികയിലെ പരിഷ്കരണം യഥാർത്ഥ വോട്ടർമാരെ കൃത്യമായി ഉൾപ്പെടുത്തുന്നതിനും അനധികൃതമായി വോട്ടവകാശം നേടിയവരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് രാജ്യത്തിന്റെ വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുന്നതിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ SIR നടപ്പാക്കുന്നത്. കേരളത്തിനോടൊപ്പം ബംഗാളും അസമും ഉൾപ്പെടെ അടുത്ത 3 മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കുന്നു. നിലവിൽ കേരളവും ബംഗാളും ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR പ്രഖ്യാപിച്ചിട്ടുണ്ട്. നടപടികൾ മുൻപോട്ട് പോകുമ്പോഴാണ് അതിനെ എതിർത്തുകൊണ്ട് ഇപ്പോൾ വളരെ വേഗത്തിൽ പശ്ചിമ ബംഗാൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകുകയും അത് ചീഫ് ജസ്റ്റിസ് പരിഗണിക്കുകയും ആ ഹർജി കേൾക്കുന്നതിന് മമതാ ബാനർജി തന്നെ നേരിട്ടെത്തുകയും ചെയ്തു. അതിന്റെ പിറകിലെ മമതയുടെ ചേതോവികാരത്തെ പറ്റിയാണ് BJP നേതാക്കൾ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുന്നത്. എന്തുകൊണ്ടാണ് മമതാ ബാനർജി സർക്കാർ ഈ SIR-നെ എതിർക്കുന്നത് എന്ന് പൊതുജനങ്ങളോട് പറയാൻ തയ്യാറാകണം. ഈ ഗൗതം ചൂണ്ടിക്കാട്ടിയതുപോലെ ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി വോട്ട് ബാങ്കായി സംരക്ഷിച്ച് തെരഞ്ഞെടുപ്പിൽ വിജയം കണ്ടെത്തുക എന്ന സ്ട്രാറ്റജി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും എല്ലാം തന്നെ തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ പയറ്റുന്ന അടവാണ്. അത് പൊളിയും. ആ ഒരു നടപടി അല്ലെങ്കിൽ ആ ഒരു തന്ത്രം അടുത്ത തെരഞ്ഞെടുപ്പിൽ നടപ്പാകില്ല എന്നുള്ളതുകൊണ്ടാണ് SIR-നെ മമത എതിർക്കുന്നതെന്നും തന്റെ വോട്ട് ബാങ്ക് നഷ്ടപ്പെടും, പരാജയ ഭീതിയിലെ പരിഭ്രാന്തിയാണ് മമതയ്ക്ക് എന്ന വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ഉൾപ്പെടെയുള്ള ബംഗാളിൽ നിന്നുള്ള BJP നേതാക്കൾ ആരോപിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ആ കണക്കുകൾ പരിശോധിക്കുമ്പോഴും ശരിയാണ്. ഒന്ന്, ബംഗാളിൽ അത്രയധികം അനധികൃത കുടിയേറ്റക്കാർ വോട്ടർ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. കൂടാതെ അതോട് ചേർത്ത് വായിക്കേണ്ടത് പശ്ചിമ ബംഗാളിൽ ബംഗ്ലാദേശ് അതിർത്തിയിൽ BSF-ന് കൃത്യമായ സൗകര്യം ഒരുക്കുന്നതിനും അവിടെ അതിർത്തി വേലി സ്ഥാപിക്കുന്നതിനും BSF-ന്റെ ക്യാമ്പ് സ്ഥാപിക്കുന്നതിന് പോലും മമതാ സർക്കാർ സ്ഥലവും സൗകര്യവും നൽകാത്തതുപോലും ഈ അനധികൃത കുടിയേറ്റക്കാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വോട്ട് ബാങ്കായി സംരക്ഷിക്കുക എന്ന നയത്തിന്റെ ഭാഗമാണ്. നയങ്ങൾക്കും തീരുമാനങ്ങൾക്കും വോട്ട് ബാങ്കിനും തിരിച്ചടി ഏൽക്കുമെന്ന ഭയത്തോടു കൂടിയാണ് മമതാ സർക്കാർ നിലവിൽ സുപ്രീം കോടതിയിൽ ഇത്തരത്തിലൊരു ഹർജി നൽകിയത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഹർജി പരിഗണിക്കും. ആ ഹർജി പരിഗണിക്കുമ്പോഴാണ് മമതാ ബാനർജി നേരിട്ട് സുപ്രീം കോടതിയിലെത്തി ഇത്തരത്തിലൊരു പൊളിറ്റിക്കൽ ഡ്രാമ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ബംഗാളിൽ നിന്നുള്ള 50-ലധികം ആളുകളായി രാജ്യതലസ്ഥാനത്തെത്തിയ മമതാ ബാനർജി സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും പരിശോധിക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഡൽഹിയിൽ